നമുക്കൊരു അടിപൊളി ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഇലയപ്പം ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ? നമുക്ക് കേട്ടാൽ തന്നെ വായിൽ വെള്ളം വരും. ഇത് സാധാരണ ഇലയപ്പമല്ല, ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഇലയപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഞാൻ ഒരു 3 ഏത്തപ്പഴം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. കാരണം ഏത്തപ്പഴം നല്ലതുപോലെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് തീ ചെറുതായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, അത് എത്രയാണെന്ന് കണക്കൊന്നുമില്ല. ഞാൻ ഈ ഒരു 3 ഏത്തപ്പഴത്തിന് ഒരു 2 ഉണ്ട ശർക്കര എടുത്ത് ഏകദേശം ഒരു 300-350 ഗ്രാം ശർക്കര വരും. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. ചില മധുരം കുറഞ്ഞ ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര എടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് മൈൽഡ് തീയിൽ വെച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തു. ഇത് അരമുറി തേങ്ങ പോലും ഇല്ല കേട്ടോ, അരമുറിയുടെ നേർ പകുതി ഉണ്ടാവും. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് മതിയെങ്കിൽ തേങ്ങ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഇതുപോലെ കട്ടിക്ക് ഈ പരുവത്തിൽ ഫില്ലിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് ഇരിക്കണമല്ലോ, നമുക്ക് ഇലയിൽ വെച്ച് മടക്കി എടുക്കാനല്ലേ. ഇനി നമ്മൾ അപ്പം മടക്കാൻ പോകുന്ന ഈ ഇലയുണ്ടല്ലോ, ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോഴേ നന്നായിട്ട് നമ്മുടെ അപ്പം അകവും പുറവും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ അരിമാവ് കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ മാവിൽ അല്പം ഉപ്പും അല്പം ഒരു ശകലം നെയ്യും കൂടെ ഒഴിച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇലയിൽ ഒരു അല്പം എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന്, നമുക്ക് സാധാരണ ഇലയപ്പം ഉണ്ടാക്കാൻ അറിയാമല്ലോ, അതുപോലത്തെ ഇഷ്ടമുള്ള ഷേപ്പിന് മടക്കിയെടുക്കാം. എല്ലാവരും വിചാരിക്കുമല്ലേ ഇലയപ്പമൊക്കെ മടക്കാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ ഉണ്ടാക്കിയത് അതുപോലെയാണെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നിങ്ങൾ മടക്കിയെടുത്തോളൂ. ഇത് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീമറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഈ സ്റ്റീമർ വളരെ ഉപയോഗപ്രദമുള്ള ഒന്നാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയൊന്നുമില്ല, 210 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് പഴമാണെങ്കിലും മലക്കറികൾ വേവിച്ചെടുക്കാനാണെങ്കിലും ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്റ്റീമറാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു പകുതി സമയമായപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഇലയപ്പമാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും ചോദിച്ച് നിങ്ങളെ ശല്യം ചെയ്യും. അപ്പം ഈ ഇലയപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് പറയണേ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് കൊടുത്ത് ഒരു കമൻറ്റും ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്